ലൈവ് അറ്റ് 6 സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. അയത്തുള്ള അലി ഖമനേയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്ന് മകൻ മുസ്തഫ. സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ സന്ദേശം. നേതാക്കളെ വധിച്ച കൊലയാളികളുടെ പട്ടിക തയ്യാർ. ഇറാനിലെ ആക്രമണത്തിന് പകരം വീട്ടുമെന്നും മുന്നറിയിപ്പ്. വിയറ്റ്നാമിൽ ഇന്ത്യൻ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ബോട്ട് മറിഞ്ഞ് 15 പേർ മരിച്ചു. സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്ത് 32 പേർ. രക്ഷാപ്രവർത്തനം തുടരുന്നു. അപകട കാരണം ശക്തമായ കാറ്റും കടൽക്ഷോഭവുമെന്ന് നിഗമനം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായി CPM. ഉഭയകക്ഷി ചർച്ചയ്ക്ക് CPIയെ ക്ഷണിച്ചു. ഈ മാസം 14 ചർച്ച. പിണറായി സർക്കാരിന്റെ കാലത്ത് K-ഡിസ്കിൽ വഴിവിട്ട നിയമനങ്ങൾ. എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ മാറ്റിയത് ക്രമവിരുദ്ധമായി. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ലക്ഷങ്ങൾ ശമ്പളം. മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായ സ്ഥാപനത്തിൽ വഴിവിട്ട നിയമനങ്ങൾ. ചട്ടവിരുദ്ധ നിയമനത്തിന്റെ രേഖകൾ ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. സ്ഥലമേറ്റെടുത്ത് പണം കൊടുത്തിട്ടും കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ തുടങ്ങിയെടുത്ത് തന്നെ പ്രതിഷേധവുമായി മുസ്ലിം ലീഗ്. ഏറ്റെടുത്ത സ്ഥലങ്ങളിലും വീടുകളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളെന്നും ആക്ഷേപം. ദേശീയപാത അതോറിറ്റിയിൽ സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തണമെന്ന് ET മുഹമ്മദ് ബഷീർ ന്യൂസ് 18നോട്. മേൽശാന്തി നിയമന അഭിമുഖത്തിൽ നിന്ന് കണ്ഠരര് രാജീവരെ ഒഴിവാക്കിയേക്കും. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ രാജീവരെ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. സ്പെഷ്യൽ കമ്മീഷണർ മുഖേന കോടതിയെ സമീപിക്കാൻ ധാരണ. കള്ളാടി ദുരന്തത്തിൽപ്പെട്ട ഹിമാചൽ പ്രദേശുകാരൻ വിക്രം സിംഗ് റാണയെ ഇനിയും കണ്ടെത്താനായില്ല. സോൺ 2ലും മീനാക്ഷി പുഴയിലും വിപുലമായ തെരച്ചിൽ. ദുരന്തത്തിന് വഴിവെച്ച മണ്ണ് എങ്ങനെ നീക്കണമെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതി നിയോഗിച്ച സർക്കാർ. സമിതിയിൽ 3 അംഗങ്ങൾ. അനസ്തേഷ്യയിലെ പിഴവ് മൂലം 1.5 വയസ്സുകാരൻ മരിച്ചതിൽ നടപടിയുമായി സർക്കാർ. DMO അന്വേഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി. പോലീസിലും പരാതി നൽകും. പയ്യന്നൂർ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ഡോക്ടർമാർക്കെതിരെ നടപടി വേണമെന്ന് ബന്ധുക്കൾ. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ 66-കാരിയെ സ്വർണത്തിനായി തീയിട്ട് കൊന്ന് കുഴിച്ചുമൂടി. കൊലപാതകം സ്വർണ്ണ മൂക്കുത്തിക്ക് വേണ്ടി. കൊല്ലപ്പെട്ടത് 1 മാസം മുമ്പ് കാണാതായ സരസമ്മാൾ. പ്രതികൾ സമീപവാസികളായ യുവാക്കൾ. ഒരാൾ അറസ്റ്റിൽ. രണ്ടാമൻ 17-കാരൻ. ലോകകപ്പിലെ 3-ാം ക്വാർട്ടറിൽ ഇന്ന് ഇംഗ്ലണ്ടും നോർവേയും ഏറ്റുമുട്ടും. ബെൽജിയത്തെ 1-2 ഗോളുകൾ കീഴടക്കി സ്പെയിൻ സെമിയിൽ. സൂപ്പർ സബ്ബായി മിക്കേൽ മെറീനോ. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞുണ്ടായ അപകടത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ 15 ടൂറിസ്റ്റുകൾ മരിച്ചുവെന്ന് റിപ്പോർട്ട്. തെക്കൻ വിയറ്റ്നാമിൽ ഫ്യൂകാക് ദ്വീപിന് സമീപമാണ് അപകടമുണ്ടായത്. തൊഴിലാളികൾ ഉൾപ്പെടെ 36 പേർ ബോട്ടിലുണ്ടായിരുന്നു. വിവരങ്ങളുമായി നന്ദന ചേരുകയാണ്. ആ ദൃശ്യങ്ങൾ നമുക്ക് ഒന്ന് കാണാം. വിനോദ സഞ്ചാര മേഖലയാണ് ഇവിടം. നിരവധി വിനോദസഞ്ചാരികൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ബോട്ട് മറിഞ്ഞ് ഈ അപകടമുണ്ടായത്. ഫൂകോക് ദ്വീപ് എന്നത് സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു പ്രദേശം കൂടിയാണ്. കടലുമായി ബന്ധപ്പെട്ട് ചില കാലാവസ്ഥാ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 18 പേരെ രക്ഷപ്പെടുത്തിയെന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നന്ദന ചേരുക. നന്ദന, എന്തൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ? ആശ്വാസകരമായി ഒന്ന് ഈ 18 പേർ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മരിച്ചവരുടെയും മറ്റും പേര് വിവരങ്ങൾ കാണുമ്പോൾ തമിഴ്നാട്ടുകാരാണ് അപകടത്തിൽപ്പെട്ട സൂചന കൂടിയുണ്ട്. എന്തെങ്കിലും മറ്റു വിവരങ്ങൾ ലഭ്യമാണോ? രഞ്ജിത്ത്, ഇന്ന് ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. വിയറ്റ്നാമിലെ ഏറ്റവും വലിയ ദ്വീപായ ഫൂക്വാക്വയ്ക്ക് സമീപമാണ് ബോട്ട് തലകീഴായി മറിഞ്ഞ് ഈ ഒരു അപകടമുണ്ടായത്. ഓഷ്യൻ ബെയർ ഐലൻഡ് കമ്പനിയുടെ സ്പീഡ് ബോട്ട് മറിഞ്ഞാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. ബോട്ടിലുണ്ടായിരുന്നവരിൽ ഭൂരിഭാഗം പേരും ഇന്ത്യക്കാരായ വിനോദസഞ്ചാരികളായിരുന്നു. ടൂറിസ്റ്റുകളെ ഹോൺമേ റൂട്ടിൽ നിന്നും ആൻതോട്ട് തുറമുഖത്തേക്ക് കൊണ്ടുപോകും വഴിയാണ് ഈ ഒരു ബോട്ട് തലകീഴായി മറിഞ്ഞ് അപകടമുണ്ടാവുന്നത്. 400 മീറ്റർ പിന്നിട്ടപ്പോൾ ബോട്ട് മറിയുകയായിരുന്നു. 32 ഇന്ത്യക്കാരും 4 ക്രൂ മെമ്പേഴ്സുമാണ് ഈ ബോട്ടിലുണ്ടായിരുന്നത്. അതിൽ ഭൂരിഭാഗം പേരും തമിഴ്നാട് സ്വദേശികളാണെന്നാണ് ലഭിക്കുന്ന വിവരം.
15 പേര് മരണപ്പെടുകയും 18 പേരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ശക്തമായ കാറ്റും കടൽക്ഷോഭവുമാണ് ബോട്ട് മറിയാൻ കാരണമെന്നാണ് ലഭിക്കുന്ന പ്രാഥമിക വിവരം. സമീപത്തുണ്ടായിരുന്ന മറ്റു ബോട്ടുകളാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. ബോട്ടിലുണ്ടായിരുന്ന യാത്രക്കാരുടെ വിവരങ്ങൾ ഇപ്പോൾ വിയറ്റ്നാമിൽ നിന്ന് ഇന്ത്യൻ എംബസി പുറത്തുവിട്ടിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും വലിയൊരു അപകടമാണ് ഉണ്ടായത്. ഇതുവരെയുള്ള വിവരമനുസരിച്ച് 15 പേർ മരിച്ചു എന്നുള്ളതാണ്. 15 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനമടക്കം പുരോഗമിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാലാവസ്ഥ മാറ്റമൊക്കെയാണ് ഈ അപകടത്തിന് പിന്നിലെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭ്യമാകുന്നത്. അയത്തുള്ള അലി ഖമേനിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നാണ് ഇപ്പോൾ ഇറാന്റെ പരമോന്നതമായ മൊജ്തബ ഖമേനിയുടെ പുതിയ സോഷ്യൽ മീഡിയ പോസ്റ്റ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതികാരം ചെയ്യണമെന്നാണ് രാജ്യത്തിൻ്റെ പൊതുവികാരം എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്റ്റേറ്റ് TV ആണ് ഈ സന്ദേശം പുറത്തുവിട്ടത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിനായി പ്രതിജ്ഞ ചെയ്യുന്നു. കാരണം കൃത്യമായി തന്നെ ഈ കൊലപാതകികളെ സംബന്ധിച്ച്, മൊജ്തബയെ കൊന്നവരെ സംബന്ധിച്ചുള്ള വിവരം തങ്ങളുടെ പക്കലുണ്ട്. അവരുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് എന്നും മൊജ്തബ പറയുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും നമുക്കറിയാം, ഇറാനിൽ വലിയ പ്രതിഷേധം ഈ സംസ്കാര ചടങ്ങ് സമയത്തുമൊക്കെ ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട ഇസ്രായേൽ അമേരിക്കൻ നേതാക്കൾക്കെതിരെ. VR കാർത്തിക് വിവരങ്ങളുമായി ചേരുകയാണ്. കാർത്തിക്, ഇതിപ്പോൾ മൊജ്തബ പലപ്പോഴും ഈ സംസ്കാര ചടങ്ങിലും പ്രത്യക്ഷപ്പെട്ട ഒരാളല്ല. മൊജ്തബയുടെ സന്ദേശമാണ് പലപ്പോഴും പൊതുജന മധ്യത്തിൽ പ്രത്യക്ഷപ്പെടുക. ഇപ്പോൾ ഈ സംസ്കാര ചടങ്ങിന് ശേഷം ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ അമേരിക്കയെ, ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും രഞ്ജിത്ത്, ഫെബ്രുവരി 28-ന് ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടതിന് ശേഷം ഇതുവരെയും പൊതുവേദിയിൽ മൊജ്തബയെ ആരും കണ്ടിട്ടില്ല. മൊജ്തബയ്ക്ക് പരിക്കുകൾ ഉണ്ടായെന്നും ഗുരുതരമാണ് ആ പരിക്കുകൾ എന്നും സംബന്ധിച്ച റിപ്പോർട്ടുകൾ പലപ്പോഴും പുറത്തു വന്നിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആയത്തുള്ള അലി ഖമനേയുടെ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചത്. ജൂലൈ 9-ന് ഈ സംസ്കാര ചടങ്ങുകൾ അവസാനിച്ചതിന് പിന്നാലെയാണ് മൊജ്തബയുടെ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് എന്നാണ് ഏറ്റവും ശ്രദ്ധേയം. ഇറാൻ സ്റ്റേറ്റ് TV ആണ് മൊജ്തബയുടെ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. ഈ സന്ദേശത്തിൽ മൊജ്തബ വ്യക്തമാക്കുന്നത് ഈ യുദ്ധത്തിൽ രക്തസാക്ഷികൾക്ക് വേണ്ടി പ്രതികാരം ചെയ്യും എന്നതാണ്. ആയത്തുള്ള അലി ഖമനേയിയുടെ ചോരയ്ക്ക് പകരം ചോദിക്കും എന്ന് മൊജ്തബ ഈ സന്ദേശത്തിൽ വ്യക്തമാക്കുന്നു. ഫാർസി ഭാഷയിലാണ് ഇറാൻ സ്റ്റേറ്റ് TV ഈ സന്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതിൽ മൊജ്തബ ഖമനേയി വ്യക്തമാക്കുന്നത് ഓരോരുത്തരെയും, അതായത് ഫ്രം ടോപ്പ് ടു ബോട്ടം എന്നാണ് വാക്ക് ഉപയോഗിച്ചത്. അതായത് താഴെ തട്ട് മുതൽ ഏറ്റവും ഉന്നത തലം വരെയുള്ള ശത്രുക്കളെ ഞങ്ങൾക്കറിയാം. അവരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. ആ പട്ടിക അനുസരിച്ച് ഉള്ള ഒരു പ്രതികാരം ഇക്കാര്യത്തിൽ ഉണ്ടാകും. അത് താൻ ഉണ്ടോ ഇല്ലയോ എന്ന പ്രശ്നമല്ല, മറ്റാരെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നതൊന്നും അതിനെ ബാധിക്കുന്നതല്ല. പ്രതികാരം ചെയ്യണം എന്നതാണ് രാജ്യത്തിൻ്റെ പൊതുവികാരം. അത് നടപ്പാക്കുക തന്നെ ചെയ്യും. ആര് ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ പ്രതികാരം എന്ത് വില കൊടുത്തും നടപ്പാക്കും എന്ന് പ്രതിജ്ഞ കൂടി മൊജ്തബ ചെയ്യുന്നു എന്നതാണ് ഈ സന്ദേശത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന്, ധാരണാപത്രം ഒപ്പിട്ട് 3 ആഴ്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ ദിവസം സംഘർഷങ്ങൾ കൂടുതൽ രൂക്ഷമാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി. ഹോർമുസ് കടലിടുക്കിൽ ഇപ്പോഴും ആശങ്കാജനകമായ സാഹചര്യങ്ങൾ ഇടയ്ക്കിടയ്ക്കെങ്കിലും ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. ഏറ്റവും ഒടുവിൽ അമേരിക്കയുടെ പ്രതികരണമായി വന്നത് ഹോർമുസ് കടലിടുക്ക് തുറന്നു എന്ന് ഇറാൻ പരസ്യമായി പ്രഖ്യാപിക്കണം, അങ്ങനെയെങ്കിൽ മാത്രമേ ഇനിയുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ളൂ എന്ന തരത്തിൽ അമേരിക്കയുടെ പ്രതികരണം വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മൊജ്തബ ഖമനേയിയുടെ സന്ദേശം ഇറാൻ സ്റ്റേറ്റ് TV പുറത്തുവിട്ടത് എന്ന പ്രത്യേകതയുമുണ്ട്. എന്തായാലും ആയത്തുള്ള അലി ഖമനേയിയുടെ സംസ്കാര ചടങ്ങുകളിൽ 3 മക്കൾ പങ്കെടുത്തിരുന്നു. പക്ഷേ മകനും പിൻഗാമിയുമായ മൊജ്തബയുടെ അസാന്നിധ്യം അത് വലിയ തോതിൽ ചർച്ചയായിരുന്നു. ആ ചർച്ചയാകുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഇറാൻ സ്റ്റേറ്റ് TV ഒരു സന്ദേശമായി മൊജ്തബയുടെ വാക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. രഞ്ജിത്ത്, മൊജ്തബ ഖമനേയിയുടെ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തൻ്റെ പിതാവിൻ്റെ ചോരയ്ക്ക് പകരം ചോദിക്കുമെന്നും നേതാക്കളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് എന്നുമാണ് ഇപ്പോൾ മൊജ്തബയുടെ സന്ദേശം. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിൽ വീണ്ടും CPM CPI ചർച്ച. ഈ മാസം 14-നാണ് ഉഭയകക്ഷി ചർച്ച. അരുൺ വിവരങ്ങളുമായി ചേരും. അരുണ്, CPM വഴങ്ങാതിരുന്ന ഒരു കാര്യമായിരുന്നു. CPIയുടെ സമ്മർദ്ദമാണോ ഇപ്പോൾ ഒരു ചർച്ചയിലേക്കെങ്കിലും കാര്യങ്ങൾ എത്തിച്ചത്? അങ്ങനെ വേണം കരുതാൻ. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് കഴിഞ്ഞ അധ്യായമാണ്, ഇനി അതിൽ ചർച്ചയുടെ ആവശ്യമില്ല എന്ന നിലപാട് പരസ്യമായി പിണറായി വാർത്താ സമ്മേളനത്തിൽ സ്വീകരിച്ചു. അതിന് പിന്നാലെ CPIയുടെ സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അടക്കമുള്ളവർ കടുത്ത അമർഷം പരസ്യമായി രേഖപ്പെടുത്തി പ്രതിഷേധം അറിയിച്ച് രംഗത്ത് വന്നു. കഴിഞ്ഞ ദിവസം CPI ജനറൽ സെക്രട്ടറി D രാജയും അതിൽ വീണ്ടും ചർച്ചയുണ്ടാകും, അത് അടഞ്ഞ അധ്യായമല്ല എന്ന് വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്ന് CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗം ഡൽഹിയിൽ ആരംഭിക്കുന്ന ദിവസം തന്നെ
ഇത്തരമൊരു വാർത്ത വരുന്നത്. അതായത് CPM വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലാകാം ഈ ഒരു അനുനയ സമീപനത്തിലേക്ക് CPM-നെ കൊണ്ടുവന്നെത്തിച്ചത്. 14-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും CPI-യുടെ സംസ്ഥാന നേതൃയോഗം സെക്രട്ടേറിയറ്റ് യോഗവും ചേരുന്നുണ്ട്. ആ ദിവസമാകും ചർച്ച. ML സ്മാരകത്തിൽ ചർച്ച നടക്കുമെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഏതായാലും അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞ് പിണറായി വിജയൻ അടക്കമുള്ളവർ എഴുതി തള്ളിയ വിഷയം വീണ്ടും ആ അധ്യായം തുറക്കുകയാണ്. CPM-ന് KN ബാലഗോപാലിനെ, കേന്ദ്ര കമ്മിറ്റി അംഗം KN ബാലഗോപാലിനെയാണ് ഉപനേതാവ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ CPM തീരുമാനിച്ചിട്ടുള്ളത്. K രാജനെ കൊണ്ടുവരാൻ CPI-യും തീരുമാനമെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ച് വിട്ടുകൊടുക്കാൻ തയ്യാറുള്ള CPM പറയുമ്പോഴും ഒരു ചർച്ചയ്ക്കെങ്കിലും അവർ അവസരം തുറക്കുന്നത് CPI-യുടെ കടുത്ത നിലപാടിന്റെ ഭാഗമായി തന്നെയാണ്. 14-ാം തീയതി രണ്ടു പാർട്ടികളുടെ സംസ്ഥാന നേതാക്കളും തമ്മിൽ ചർച്ച നടത്തും. ശരി. കെ-ഡിസ്കിൽ വഴിവിട്ട നിയമനം, എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിയമനങ്ങളാണ് ക്രമവിരുദ്ധമായി നടത്തിയത്. ശമ്പളം 2.5 ലക്ഷം രൂപ വീതമുള്ള നിയമനങ്ങൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്താണ് നടപ്പിലാക്കിയത്. 25 വർഷത്തെ പ്രവൃത്തി പരിചയം എന്ന നിർദ്ദേശം പാലിച്ചില്ല. മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായ സ്ഥാപനത്തിലാണ് ഈ വഴിവിട്ട നിയമനങ്ങൾ. ചട്ടവിരുദ്ധ നിയമനത്തിന്റെ രേഖകൾ ന്യൂസ് 18 കിട്ടി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പരമ്പരാഗത തൊഴിൽ മേഖലകളിൽ നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി തൊഴിൽ വിപ്ലവം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് 2021 മെയ് മാസത്തിലാണ് കെ-ഡിസ്ക് അഥവാ കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ എന്ന ഉപദേശക സമിതിക്ക് രൂപം നൽകുന്നത്. ആ ഉപദേശക സമിതി 2024 എക്സിക്യൂട്ടീവ് ഡയറക്ടർ പദവിയിലേക്ക് നടത്തിയ നിയമനമാണിപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. 3 പേരെയാണ്, റോബിൻ ടോമി, അതോടൊപ്പം സുദീപ് നായർ, മുഹമ്മദ് റിയാസ് എന്നീ 3 പേരെയാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരെ നിയമിച്ചത്. കെ-ഡിസ്കിൻ്റെ തന്നെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാനുവലിൽ വളരെ വ്യക്തമായി പറയുന്നത് 25 വർഷത്തെ പ്രവർത്തന പരിചയം ഈ അതത് മേഖലകളിൽ ഉള്ളവരെ മാത്രമേ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായി നിയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. ആ വ്യവസ്ഥകൾ പൂർണ്ണമായി ലംഘിച്ചുകൊണ്ടാണ് ഈ 3 പേരുടെയും നിയമനം നടന്നിരിക്കുന്നത് എന്നാണ് ഈ വിവരങ്ങളിൽ കൃത്യമായി തന്നെ തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2025 നവംബർ മാസത്തിൽ റോബിൻ ടോമിയുടെ നിയമന കാലാവധി അവസാനിച്ചതാണ്. പക്ഷേ കാലാവധി അവസാനിച്ച ശേഷവും കെ-ഡിസ്കിൻ്റെ ഔദ്യോഗികമായ എല്ലാ സൗകര്യങ്ങളും ശമ്പളം കൈപ്പറ്റാതെ റോബിൻ ടോമി പ്രയോജനപ്പെടുത്തുകയാണ് എന്ന ആരോപണവും ഉയരുന്നുണ്ട്. അതോടൊപ്പം മറ്റ് 2 പേരുടെ പുനർനിയമനം, അതായത് 2026 ഏപ്രിൽ 1-നും ഏപ്രിൽ 4-നുമായി സുദീപ് നായരുടെയും അതോടൊപ്പം മുഹമ്മദ് റിയാസിൻ്റെയും കാലാവധി പൂർത്തിയാകേണ്ടതാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം വന്ന കഴിഞ്ഞ മാർച്ച് മാസം 16-ാം തീയതി അടിയന്തരമായി ഇവർക്ക് മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുനർനിയമനം നൽകുകയായിരുന്നു. എക്സിക്യൂട്ടീവ് വൈസ് ചെയർമാനായ KM എബ്രഹാം എന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതായത് മാനദണ്ഡം അനുസരിച്ച് നിലവിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ പ്രവർത്തനം പൂർണ്ണമായി വിലയിരുത്തി പെർഫോമൻസ് അപ്രൈസൽ നടത്തിയ ശേഷം മാത്രമേ പുനർനിയമനം നൽകാൻ പാടുള്ളൂ എന്നാണ് നിയമം. ആ ചട്ടങ്ങൾ പൂർണ്ണമായി മറികടന്നുകൊണ്ടാണ് ഇവരുടെ കാലപരിധി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് പുനർനിയമനം നൽകിയതെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഏറ്റവും സുപ്രധാനമായ കാര്യം, മുഖ്യമന്ത്രി ചെയർമാനും ധനകാര്യമന്ത്രി വൈസ് ചെയർമാനുമായിട്ടുള്ള ഒരു ഉന്നത സമിതിയാണിത്. അങ്ങനെയൊരു സമിതിയുടെ മുകൾ തട്ടിൽ നടന്ന നിയമനങ്ങളാണ് ഇത്രയും നിയമവിരുദ്ധമാണ് എന്നതാണ് ഇതിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. മുഖ്യമന്ത്രിയെക്കാളേറെ ശമ്പളം പറ്റുന്ന, അതായത് 2,30,000-ന് മുകളിലാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരുടെ ശമ്പളം. അങ്ങനെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരെ നിയമിക്കുന്ന ഒരു മാനദണ്ഡങ്ങളാണ് പൂർണ്ണമായി കാറ്റിൽ പറത്തിയിരിക്കുന്നത് എന്ന തെളിവുകളടക്കമാണ് ന്യൂസ് 18 പുറത്തുവിട്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനോടകം ലഭിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സമിതിയുടെ കെ-ഡിസ്കിൻ്റെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് അറിയാനുള്ളത്. കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേക്കായി സ്ഥലമേറ്റെടുത്ത് പണം കൈമാറി 1 വർഷം കഴിഞ്ഞിട്ടും ഹൈവേയുടെ നിർമ്മാണം തുടങ്ങാത്തതിനെതിരെ മലപ്പുറം MP E.T. മുഹമ്മദ് ബഷീർ NHAയുടെ അനാസ്ഥയും താൽപ്പര്യക്കുറവുമാണ് പദ്ധതി വൈകിപ്പിക്കുന്നത്. ഇനിയും വൈകിയാൽ ചെലവ് ഇരട്ടിയാകും. പദ്ധതിക്കായി ഏറ്റെടുത്ത സ്ഥലത്തെ വീടുകളിലും കെട്ടിടങ്ങളിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പതിവാണ്. NHAയ്ക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് പ്രദേശവാസികൾക്ക് ഇടപെടാനും കഴിയുന്നില്ല. പദ്ധതി എത്രയും വേഗം പ്രാവർത്തികമാക്കാൻ സംസ്ഥാന സർക്കാരും സമ്മർദ്ദം ചെലുത്തണമെന്ന് E.T. മുഹമ്മദ് ബഷീർ ആവശ്യപ്പെട്ടു. മലപ്പുറം MP ശ്രീ E.T. മുഹമ്മദ് ബഷീറാണ് നമ്മോടൊപ്പം ചേരുന്നത്. ബഷീർക്ക, ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേയുടെ ഒരു വിഷയം അതങ്ങ് വളരെ ഗൗരവത്തിൽ തന്നെ മന്ത്രിതലത്തിലും ഉന്നയിച്ചു കഴിഞ്ഞല്ലോ. എന്താണ് നിലവിൽ അതിൻ്റെ ഒരു സ്റ്റാറ്റസ്? അതിൻ്റെ നിലവിലെ സ്റ്റാറ്റസ് എന്നുള്ള ചോദ്യത്തിൻ്റെ മറുപടി ശരിക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി ബന്ധപ്പെട്ടവരും പറയേണ്ട. അതിപ്പോൾ പറയുന്നില്ല എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഇതെന്ന് പറയുന്നത് വളരെ വലിയ പ്രതീക്ഷയോട് കൂടി കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ്. സാധാരണ ഇപ്പോൾ NHൻ്റെ ഒരു ഇത് കിട്ടുകയാണെന്ന് പറഞ്ഞാൽ അയാൾക്ക് വലിയ ആവേശമാണ്. അങ്ങനെയാണ് ഇവിടെയും വന്നത്. കോമ്പൻസേഷൻ റേറ്റ് എല്ലാം തീരുമാനിച്ച് അതിൻ്റെ പ്രവർത്തനം നടത്തി. അപ്പോൾ ഇതിൽ കോഴിക്കോട്, മലപ്പുറം, പിന്നെ പാലക്കാട് ഈ 3 ജില്ലകളിലെ ഏരിയയിൽ കൂടെ കടന്നു പോകുന്നതാണ്. ഇതിൽ മലപ്പുറത്തിൻ്റെത് ഏതാണ്ട് 100% തന്നെ എക്കോസിസ്റ്റം നടപടി പൂർത്തിയായി. ഈ പാലക്കാട് 70 മുതൽ 80 വരെയുള്ള %, ബാക്കി ഏത് സമയത്തും ചെയ്യാവുന്ന കാര്യമുള്ളൂ. കോഴിക്കോടും ഏറെക്കുറെ ഇതാകും. അപ്പോൾ അതിന് പൈസ കൊടുത്തു, പൊസഷൻ എടുത്തു. പക്ഷേ പൈസ ഇതെടുത്ത് നമ്മുടെ കയ്യിലുള്ള ഭൂമി, ഈ ഭൂമി അവിടെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, മറ്റു പലതുണ്ടല്ലോ. സർക്കാരിൻ്റെത് എന്ന് പറഞ്ഞാൽ സർക്കാർ കാര്യം അങ്ങനെയാണെന്നുള്ളൊരു നിലയിൽ വന്ന് പല നിലയിലുള്ള ആൻറ്റി സോഷ്യൽ എലിമെൻസൊക്കെ തന്നെ അത് ഒക്യുപ്പൈ ചെയ്യുന്ന സ്ഥിതി വരെ വന്നു. ധാരാളം വാർത്തകൾ നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ്. 121 കിലോമീറ്ററാണെന്നാണ് എൻ്റെ ഓർമ്മ. ഈ 121 കിലോമീറ്റർ ഇത്രയും സ്വത്ത് നമ്മുടെ കൈവശം ഉണ്ടായിട്ട് അതിൻ്റെ പ്രധാന കടമ്പ കടന്നിട്ടും അത് നിർമ്മാണ ഘട്ടത്തിലേക്ക് പോയിട്ടില്ല എന്നത് വളരെ ഖേദകരമായ കാര്യമാണ്. ഇത് കഴിഞ്ഞ സെഷനിൽ തന്നെ പല ഘട്ടങ്ങളായിട്ട് ഞാനും ഉന്നയിച്ചിരുന്നു. പോരാത്തതിന് നമ്മുടെ കേരളത്തിലെ ഈ ഏരിയയിലുള്ള MP മാരൊക്കെ തന്നെ ഈ കാര്യം സജീവമായിട്ട് ഉന്നയിച്ചു. അപ്പം CM വിളിച്ചു കൂട്ടി ഇന്നലത്തെ യോഗത്തിൽ ഞാനത് വളരെ ഗൗരവമായിട്ട് അത് ഉന്നയിച്ചു. എന്താണ് ഇതിൻ്റെ യഥാർത്ഥ ഇഷ്യൂ എന്നവർ പറയണമല്ലോ. അതല്ലാതെ അതൊരു എന്താ പറയുക, ഒരു മൂടി വെച്ച സ്വഭാവത്തിലുള്ള ഒരു സമീപന രീതിയാണ് ആ കാര്യത്തിൽ കാണുന്നത്. അതെ, നാഷണൽ ഹൈവേ അതോറിറ്റി കാണിക്കുന്നത്. മലപ്പുറത്തിനെയും പാലക്കാടിനെയും കോഴിക്കോടിനെയും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണ്. NHAയുടെ താല്പര്യക്കുറവ് കാരണം ഇപ്പോൾ വൈകുന്നത്. അത് ഗൗരവത്തിലെടുക്കണമെന്ന ഒരാവശ്യമാണ് MP ET മുഹമ്മദ് ബഷീർ ഉന്നയിക്കുന്നത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പദ്ധതിക്കായി ഭൂമിയും കെട്ടിടവും ഒക്കെ വിട്ടുകൊടുത്തതിന് പണം കിട്ടിയെങ്കിലും ഭൂമി നൽകിയവർ നേരിടുന്ന പ്രതിസന്ധി മറ്റൊന്നാണ്. കെട്ടിടങ്ങൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പലരും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. ഇത് തടയാനാകുന്നുമില്ല. പദ്ധതിക്കായി വിട്ടുകൊടുത്ത ഭൂമിയിൽ നിർമ്മാണം തുടങ്ങാത്തതിനാൽ തൊട്ടടുത്ത പ്രദേശവും ഒന്നും ചെയ്യാനാവാത്ത അവസ്ഥയിലാണ്. കൂടുതൽ ഭൂമി ഏറ്റെടുക്കുമെന്ന് അഭ്യൂഹവും ശക്തമാണ്. എത്രയും വേഗം പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഭൂമി നൽകിയവർ ആവശ്യപ്പെടുന്നത്. നിലവിൽ നാട്ടുകാർക്ക് എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. നമുക്കും ബുദ്ധിമുട്ടുണ്ട്, നാട്ടിലെ ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ട്. സാമൂഹിക ദ്രോഹികൾ നിരന്തരം മൈഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രദേശവാസികൾക്കും എല്ലാവർക്കും വളരെയധികം പ്രയാസം കൊണ്ടുണ്ട്. ഇതെപ്പോൾ തീരും എന്താവും ആർക്കും ഒരു പിടുത്തില്ല. കുറച്ച് ആൾക്കാർക്ക് പൈസ കിട്ടിയിട്ടുണ്ട്, ഇനി പൈസ കിട്ടാനുള്ളവരുണ്ട്, കിട്ടാതെ അങ്ങനെ പകുതി കാറ്റഗറിയിലൊക്കെ വ്യത്യാസം വന്ന് കിടക്കുന്ന പല പൈസയും പെൻഡിങ് കിടക്കുന്നുണ്ട്. ഒന്നാമത് ഇതിൻ്റെ DPR ക്യാൻസലായി പോയിട്ടുണ്ട്. സമയം കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സമയം 1 വർഷമാണെന്ന് തോന്നുന്നു DPRയുടെ കാലാവധി. അത് കഴിഞ്ഞപ്പോൾ അത് ക്യാൻസലായി. പുതിയ DPR തയ്യാറായിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കുള്ളൂ എന്നാണ് പാലക്കാട് നിന്നും മഞ്ചേരി എന്നൊക്കെ പറയുന്നത്. എസ്റ്റിമേഷൻ പിന്നെയും കൂടും. എസ്റ്റിമേഷൻ പിന്നെയും കൂടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ എക്സിറ്റ് എൻട്രൻസ് ഒക്കെ പല സ്ഥലങ്ങളിലും വരുമ്പം അതിന് പുതിയ DPRയിൽ പുതിയ എസ്റ്റിമേറ്റ് വരുന്നു. കൂടുതൽ ഏറ്റെടുക്കുന്ന ആലോചന, അതെ, പുതിയ ഏറ്റെടുക്കണം അങ്ങനെ പറയുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഔദ്യോഗികമായിട്ട് ഇപ്പോൾ മഞ്ചേരിയിലെ ഓഫീസിലുള്ള ആളുകൾക്ക് അറിയില്ല, പാലക്കാട് ഓഫീസിലുള്ള ആളുകൾക്ക് അറിയില്ല. എല്ലാവരും പറയുന്നത് DPR പുതിയത് വന്നെങ്കിലേ ബാക്കി കാര്യങ്ങളൊക്കെ അറിയുള്ളൂ എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് ഏറ്റെടുത്ത് അതോടുകൂടി പിന്നെ എന്തുണ്ട്, അവരിപ്പോൾ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിലക്കത് നിൽക്കണം ഇപ്പോൾ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയ മാതിരി ആയി വരിക. കാടൊക്കെ നിറഞ്ഞ്, അതുപോലെ ഈ വീടുകൾക്കൊന്നും ഡോറും കാര്യം ഇല്ലാത്തത് കൊണ്ട് എന്താ വെച്ചാൽ പിന്നെ വന്യമൃഗങ്ങളൊക്കെ കയറി കൂടുണ്ട്. പിന്നെ അനാശ്വാസ കാര്യങ്ങളൊക്കെ അതും ആൾ മനസ്സിലാതാക്കല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ ഇത് ഗവൺമെൻറ് ഏറ്റെടുത്തുമ്പോൾ ഇത് ഗവൺമെൻറ് അവരത് ഇതിപ്പം ഗവൺമെൻറ്റിൻ്റെയും അല്ല ജനങ്ങളുടെയും അല്ലാത്ത രൂപത്തിലാണ് നിൽക്കുന്നത്. ഒരു ഉത്തരവാദിത്വം ഗവൺമെൻറ് ഏറ്റെടുത്ത് ഇത്തിരി കോടികളിവിടെ മുടങ്ങി കിടക്കുകയാണ്. ആ മുടങ്ങി കിടക്കണ മുതൽ അവരുടേതായിട്ട് ഏറ്റെടുക്കണം. ആ ഏൽപ്പിന് പൈസ കൊടുത്ത് ജനങ്ങൾക്ക് പൈസ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഗവൺമെൻറ് അവിടെ ഏറ്റെടുത്തിട്ട് ഇത് നമ്മളെ ഭൂമിയാണ് എന്നുള്ളത് അന്യോന്യം അടയാളപ്പെടുത്തി അവിടെ പോയിട്ടുള്ളൂ. പക്ഷെ ഇതൊക്കെ ഒന്ന് മുറിച്ച് വേറിലൊക്കെ ആക്കി ഈ കാടൊക്കെ പോകുമ്പോഴേ ഇവിടുന്ന് വന്യമൃഗങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുള്ളൂ. ഇങ്ങനത്തെ ഒരു കുറുക്കനും നായ അതുപോലെ പന്നി ഇത് നിറഞ്ഞു കിടക്കുക. മറ്റുള്ള സ്ഥലത്ത് കൃഷി പോലും ചെയ്യാൻ വയ്യ. ഇടവേള. Champions in the arena. Rise from the streets. Remember champions.
ശബരിമല മേൽശാന്തി നിയമന ഇന്റർവ്യൂവിൽ കണ്ഠരര് രാജീവരെ ഒഴിവാക്കാൻ ദേവസ്വം ബോർഡ്. സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതിയായ രാജീവരെ ഉൾപ്പെടുത്തുന്നതിൽ ഹൈക്കോടതിയുടെ അഭിപ്രായം തേടും. സ്പെഷ്യൽ കമ്മീഷണർ വഴി ഹൈക്കോടതിയെ സമീപിക്കാനാണ് ബോർഡ് യോഗത്തിൽ ധാരണ. മേൽശാന്തി അഭിമുഖത്തിൽ തന്ത്രി കുടുംബത്തിൽ നിന്ന് 2 പേർ പങ്കെടുക്കുന്നതാണ് പതിവ്. കണ്ഠരര് രാജീവരുടെ ഊഴത്തിൽ മകനെ നിയമിക്കണമെന്ന് അപേക്ഷ ലഭിച്ച സാഹചര്യത്തിലാണ് കോടതിയെ സമീപിക്കുന്നത്. അനാരോഗ്യം മൂലം താന്ത്രിക ചുമതലയ്ക്ക് ഇല്ലെന്ന് കണ്ഠരര് ബോർഡിനെ അറിയിച്ചിട്ടുണ്ട്. പകരം മകൻ ബ്രഹ്മദത്തനെ നിയമിക്കണമെന്നാണ് ആവശ്യം. ചിങ്ങം 1 മുതൽ കണ്ഠരര് രാജീവരുടെ ഊഴമാണ്. കള്ളാടി ദുരന്തത്തിൽ കണ്ടെത്താനുള്ള അവസാന ആൾക്കുവേണ്ടി തെരച്ചിൽ തുടരുന്നു. ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ബിക്രം സിംഗ് റാണയാണ് ഇനി കണ്ടെത്താനുള്ളത്. സോൺ 2-ലും മീനാക്ഷി പുഴയിലുമാണ് തെരച്ചിൽ. വയനാട് കള്ളാടി തുരങ്കപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് ഏതു വിധത്തിൽ നീക്കം ചെയ്യണമെന്നതിനെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 3 അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ച സർക്കാർ. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പൊതുമരാമത്ത് മന്ത്രിയും നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സമിതിയെ നിയോഗിക്കാൻ ധാരണയായത്. കോഴിക്കോട് NIT പ്രൊഫസർ ഡോക്ടർ സന്തോഷ് ജി തമ്പി, പരിസ്ഥിതി ഡയറക്ടറേറ്റ് എഞ്ചിനീയർ ഡോക്ടർ ജൂഡ്, NCESS പ്രതിനിധി എന്നിവരാണ് സമിതി അംഗങ്ങൾ. ഈ സമിതി സ്ഥലം സന്ദർശിച്ച് അടിയന്തരമായ റിപ്പോർട്ട് നൽകാൻ സർക്കാർ നിർദ്ദേശിച്ചു. സമിതിക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ വയനാട് ജില്ലാ കളക്ടറെ ചുമതലപ്പെടുത്തി. കാസർഗോഡ് ചെറുവത്തൂർ വീരമലക്കുന്നിൽ മുകളിൽ അപകടകരമാം വിധം കൂട്ടിയിട്ട മൺകൂന നീക്കം ചെയ്യാൻ ജിയോളജി വകുപ്പിന്റെ ഉത്തരവ്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനിയാണ് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണുകൾ നിക്ഷേപിച്ചത്. കാലവർഷം കനത്തതോടെ പ്രദേശത്ത് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. കണ്ണൂർ കാസർഗോഡ് ദേശീയപാതയിൽ ചെറുവത്തൂരിന് സമീപം വീരമലക്കുന്നിലാണ് മണ്ണിടിച്ചൽ ഭീഷണി നിലനിൽക്കുന്നത്. 6 വരി ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കരാർ കമ്പനി അശാസ്ത്രീയമായ രീതിയിൽ കുന്നിടിച്ചതാണ് അപകട ഭീഷണിക്ക് കാരണം. കുന്നിടിച്ച് നീക്കം ചെയ്ത മണ്ണുകൾ മലയുടെ മുകളിലാണ് നിക്ഷേപിച്ചത്. ഇത്തരത്തിൽ അനധികൃതമായി നിക്ഷേപിച്ച മണ്ണുകൾ അടിയന്തരമായി നീക്കം ചെയ്യാനാണ് ജിയോളജി വകുപ്പ് കരാർ കമ്പനി അധികൃതർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതേ തുടർന്ന് JCB ഉപയോഗിച്ച് മൺകൂനകൾ നിരപ്പാക്കുന്ന പ്രവൃത്തികൾ ആരംഭിച്ചിട്ടുണ്ട്. കാലവർഷം കനക്കുന്നതോടെ വീരമലക്കുന്നിലെ മണ്ണിടിച്ചൽ ഭീഷണി സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ന്യൂസ് 18 വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം ജൂലൈ മാസത്തിലാണ് വീരമലക്കുന്നിൽ നാടിനെ നടുക്കിയ വലിയ മണ്ണിടിച്ചിലുണ്ടായത്. അന്ന് മണ്ണിനടിയിൽപ്പെട്ട വാഹനയാത്രികർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. ജില്ലാ കലക്ടർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പ്രഖ്യാപിച്ച നടപടികളൊന്നും ഇതുവരെ യാഥാർത്ഥ്യമായിട്ടില്ല. വയനാട് കള്ളാടിയിലുണ്ടായ മണ്ണിടിച്ചൽ ദുരന്തം ചെറുവത്തൂർ വീരമലയ്ക്ക് സമീപത്തുകൂടി യാത്ര ചെയ്യുന്നവരെയും നാട്ടുകാരെയും ഏറെ ഭയപ്പെടുത്തുന്നുണ്ട്. KB ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. പാലക്കാട് കവർച്ചയ്ക്കിടെ ക്രൂര കൊലപാതകം. കൊഴിഞ്ഞാമ്പാറയിൽ വൃദ്ധയെ തീയിട്ട് കൊന്നു കുഴിച്ചുമൂടി. അട്ടയാമ്പത സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊന്നത്. 66-കാരിയായ സരസമ്മാളിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിലായിരുന്നു കൊലപാതകം. കഴിഞ്ഞ മാസം 10-നാണ് ഇവരെ കാണാതാകുന്നത്. സംഭവത്തിൽ കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം തെളിഞ്ഞത്. സംഭവത്തിൽ പ്രദേശവാസിയായ യുവാവിനെ പിടികൂടി. കവർച്ചയ്ക്കും കൊലപാതകത്തിനും ഇയാളെ സഹായിച്ച 17-കാരനായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ അനസ്തേഷ്യ പിഴവ് കാരണം 1.5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കാൻ കുടുംബം. ഉത്തരവാദികളായ ബേബി മെമ്മോറിയൽ ആശുപത്രി മാനേജ്മെന്റിനും ഡോക്ടർമാർക്കും എതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. കുട്ടിയുടെ മുറിവ് ഉണങ്ങിയ നിലയിലായിരുന്നു. അനസ്തേഷ്യ നൽകേണ്ട അടിയന്തര സാഹചര്യം എന്തെന്നാണ് ബന്ധുക്കളുടെ ചോദ്യം. 18,000 രൂപ നൽകിയാൽ മാത്രമേ ചികിത്സിക്കൂ എന്ന് ഡോക്ടർ പറഞ്ഞുവെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവ് അന്വേഷിക്കാൻ DMOയെ ചുമതലപ്പെടുത്തിയെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കി. പോലീസിൽ പരാതി നൽകാനും ആലോചിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കണ്ടപ്പോഴായിരുന്നു പ്രതികരണം. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ കൈ അധ്യാപകൻ അടിച്ചൊടിച്ചു. മലപ്പുറത്താണ് സംഭവം. അധ്യാപകൻ സ്ഥിരമായി പ്രാകൃത ശിക്ഷ നടത്തുന്നയാളാണെന്ന് അടിയേറ്റ വിദ്യാർത്ഥി പറഞ്ഞു. അടികൊണ്ടപ്പോൾ ഷോക്കേറ്റ പോലെയാണ് അനുഭവപ്പെട്ടതെന്ന് കുട്ടി പറഞ്ഞതായി അമ്മ പറയുന്നു. കുട്ടിയെ അടിച്ച സംഭവത്തിൽ ബാലാവകാശ കമ്മീഷനും പോലീസും കേസെടുത്തു. വടകര സ്വദേശി ബൽരാജിനെതിരെ ജുവനൈൽ ആക്ട് പ്രകാരമാണ് കേസ്. കഴിഞ്ഞ ദിവസം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽപ്പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിലെ 5ാം തരം വിദ്യാർത്ഥിനിയെ ഹോംവർക്ക് ചെയ്തില്ലെന്ന് പറഞ്ഞ് ക്രൂരമായി ചൂരൽ കൊണ്ടടിച്ച് കൈയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങളാണ് കുട്ടിയും മാതാപിതാക്കളും ഉന്നയിക്കുന്നത്.
ഇതേ രീതിയിൽ മാരകമായി അടിച്ച് പ്രാകൃത ശിക്ഷ നടത്തുന്ന ആളാണ് അധ്യാപകനെന്നാണ് അടിയേറ്റ കുട്ടി പറഞ്ഞത്. അടുത്തിടെ മറ്റൊരു കുട്ടിയെയും ഇതേ അധ്യാപകൻ സമാനമായ രീതിയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു. കൈക്ക് വേദനയുണ്ടെന്ന് പറഞ്ഞിട്ടും നിർബന്ധിച്ച് വീണ്ടും എഴുതിച്ചതായും കുട്ടി പറഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട്. ഞാൻ അടിക്കരുത് പറഞ്ഞു, എന്നിട്ട് സാർ എന്നെ കൈകൊണ്ട് തന്നെ എഴുതിപ്പിച്ച്. എനിക്ക് പെണ്ണൊന്നും പിടിക്കാൻ വെച്ചില്ല. സാറ് കുറെ കുട്ടികളെ അടിക്കലുണ്ട്. ഇതിന്റെ മേലുള്ള ഒരു കുട്ടീനെ അടിച്ചിട്ട് ഓളെ കൈ വീങ്ങിക്കണം. എന്നിട്ട് ഒരു കുട്ടീൻ്റെ അടിച്ചിട്ട് കൈ ആകെ അങ്ങനെ വളഞ്ഞ മാറ്റിയിരുന്നു. ഉള്ളം കൈക്ക് പകരം കൈത്തണ്ടയിലാണ് കുട്ടിയെ അടിച്ചത്. അടിയേറ്റപ്പോൾ ഷോക്ക് അടിച്ച പോലെയാണ് തോന്നിയതെന്ന് കുട്ടി പറഞ്ഞതായി അമ്മ പറയുന്നു. കുട്ടിയെ അടിച്ച വിവരം അധ്യാപകൻ ബൽരാജ് തന്നെ വിളിച്ച് പറഞ്ഞെങ്കിലും പരിക്കിന്റെ ഗൗരവം മറച്ചുവെച്ചെന്നാണ് അമ്മ ആരോപിക്കുന്നത്. കുട്ടിന്റെ കൈ കണ്ടതിന് ശേഷമാണ് ഇത് ഇത്ര വലിയൊരു അടിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല കുട്ടിക്ക് ഭയങ്കരതായിട്ടുണ്ടെന്നുള്ള ഞങ്ങൾക്ക് മനസ്സിലായത്. അതുവരെ മാഷ് വിളിച്ചപ്പോഴൊന്നും മാഷ് പറഞ്ഞത് ക്ലാസ് ശ്രദ്ധിക്കാത്തതിന് ചെറുതായിട്ട് ശിക്ഷിച്ചിരുന്നു. അപ്പം തൊട്ട് കരച്ചിൽ തുടങ്ങി അങ്ങനെ മാഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സാറിപ്പോൾ എന്തിൽ ഇതായാലും ഇപ്പം ഇങ്ങനെ നമ്മൾ അടിക്കുകയാണെങ്കിൽ ഉള്ളം കൈയിലൊക്കെ അടിക്കുക. ഇതിപ്പോൾ ഈ ഒരു സൈഡത്തെ ഭാഗത്താ പൊട്ട് വന്നാണ്. അതിന് അവള് പറയണത് പിന്നെ എന്താണ്, ഇങ്ങനെ അടിച്ചപ്പോൾ എനിക്ക് എൻ്റെ കൈ ഷോക്ക് അടിച്ച മാതിരിയായി, ഭയങ്കര കൈയൊക്കെ കുഴഞ്ഞു പോകണ മാതിരി പോകാൻ തോന്നി. പിന്നെ അതിനുശേഷം മാഷ് പിന്നെ എഴുതിച്ചെന്നൊക്കെ പറയണത് ആ കൈ കൊണ്ട് തന്നെ. അപ്പൊ അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം വന്നിക്കണം ഞങ്ങൾക്ക്. ഇതേ അധ്യാപകന്റെ ക്ലാസ് പരീക്ഷയിലടക്കം മുഴുവൻ മാർക്ക് വാങ്ങിയ കുട്ടിയെ പഠിച്ചില്ല എന്ന കാരണം പറഞ്ഞല്ല അടിച്ചതെന്ന് പിതാവും പറഞ്ഞു. നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് കുടുംബത്തിന്റെ തീരുമാനം. വല്ലാത്ത വിഷമമായി പോയപ്പോ നമുക്ക് സംഭവിച്ചപ്പോ ഇല്ല, ഇങ്ങനെ മക്കളിൽ നിന്നല്ല, അങ്ങനെ ഒരു മനസ്സിന് ഭയങ്കര വിഷമായി. പഠിത്തത്തിലായാലും ആ മാസ വിഷയത്തിൽ തന്നെ കുട്ടിക്ക് ക്ലാസ്സിൽ പരീക്ഷ എടുത്തപ്പോൾ ഫുൾ മാർക്കൊക്കെ ഉണ്ട്. പഠിക്കുന്നില്ല എന്നുള്ളതിലല്ല മാഷ അടിച്ചിട്ടുള്ളത്. നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ്. ഇനി ഇങ്ങനെ സംഭവിക്കരുത് വേറൊരു കുട്ടിക്ക്. അതേസമയം കുടുംബത്തിന്റെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട്. കുട്ടിയിൽ നിന്ന് കമ്മീഷൻ മൊഴിയെടുക്കും. എന്നാൽ സ്കൂളിന് പരാതി കിട്ടിയിട്ടില്ലെന്നും കിട്ടിയാൽ ഉടൻ അധ്യാപകനെതിരെ നടപടിയെടുക്കുമെന്നാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ വാദം. ന്യൂസ് 18 തിരൂർ. ഇനി ക്വാർട്ടർ ആവേശം. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ലോകകപ്പിലെ മൂന്നാമത്തെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇംഗ്ലണ്ടും നോർവേയും ഏറ്റുമുട്ടും. മുൻ ചാമ്പ്യന്മാരായ ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേയും ആതിഥേയരായ മെക്സിക്കോയെ തോൽപ്പിച്ചെത്തുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള മത്സരത്തിൽ തീ പാറുമെന്ന് ഉറപ്പ്. ഹാരി കെയ്ൻ, എർലിംഗ് ഹാലണ്ട് എന്നീ രണ്ട് സ്ട്രൈക്കർമാരുടെ മികവ് പ്രകടമാകുന്ന വേദി കൂടിയായിരിക്കും ക്വാർട്ടർ ഫൈനൽ. രാത്രി 2:30 മയാമിയിലാണ് മത്സരം. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന നാളെ സ്വിറ്റ്സർലൻഡിനെ നേരിടും. അർജന്റീനയെ തളയ്ക്കാനുള്ള പ്രാപ്തി തങ്ങൾക്കുണ്ടെന്നാണ് സ്വിസ് കോച്ചിന്റെ അവകാശവാദം. രാവിലെ 6:30 കസാസ് സിറ്റിയിൽ ആണ് മത്സരം. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ റോളയിലും. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,230, പവന് 1,05,840. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 10,930, പവന് 87,440. വെള്ളി ഗ്രാമിന് 235, കിലോയ്ക്ക് 2,35,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജൂലൈ 11 മുതൽ ഷാർജ റോളയിലും. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി വരുന്നുണ്ട്. വിയറ്റ്നാമിൽ ബോട്ടിൽ അപകടത്തിൽപ്പെട്ടവരിൽ മലയാളികളും ഉൾപ്പെടുന്നു. കൊല്ലം സ്വദേശികളായ 2 പേർ ബോട്ടിലുണ്ടായിരുന്നുവെന്നാണ് നാട്ടിൽ ലഭിച്ചിരിക്കുന്ന വിവരം. ഇവരെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ നമ്മൾ തമിഴ്നാട് സ്വദേശികളുടെയൊക്കെ ചില സൂചനകൾ പറഞ്ഞിരുന്നു. ഇപ്പോൾ മലയാളികളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം.
ഇടവേള. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.